എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ സായുർ ആരോഗ്യം. നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം വളരെയധികം ബന്ധപ്പെട്ടതാണ് അല്ലേ? അതിൽ ഒരുപടി മുകളിൽ തന്നെയാണ് മാനസിക ആരോഗ്യം എന്നുള്ളത്. അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് സംരക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവഴി സ്വാഭാവികമായിട്ടും നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതിനെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനായിട്ട് നമ്മുടെ മലയാള ഭാഷാ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഹരിനാമ കീർത്തനത്തിലെ ഒരു സ്റ്റാൻസ നോക്കാം. മലയാള ഭാഷയിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളിലെയും ആദ്യത്തെ അക്ഷരങ്ങൾ ഓം ഹരി ശ്രീ ഗണപതിയേ നമഃ എന്ന് തുടങ്ങുന്നതിൽ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ഈ ഹരിനാമ കീർത്തനത്തിലെ ഓരോ സ്റ്റാൻസയും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കാനും പഠിക്കാനും ഓർത്തെടുക്കാനും വളരെയധികം എളുപ്പമാണ്. അതിൽ നമ്മുടെ മനസ്സ് വൃത്തിയാക്കാനും അതുവഴി മാനസികാരോഗ്യം കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വരി വളരെ പ്രസക്തമായി തോന്നിയത് അതിങ്ങനെയാണ്. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ടു മോക്ഷഗതി എഴുതായി വരേണമിഹ നാരായണായ നമഃ. ഈ വരികളുടെ അർത്ഥം സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ദിവസം നമ്മൾ അനാവശ്യമായി ഒരുപാട് കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കാറുണ്ട് അല്ലേ? നമ്മളിൽ തന്നെ നിരന്തരമായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തിനൊക്കെയാണ് നമ്മുടെ സമയം അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. അനാവശ്യമായ ചിന്തകൾ അത് വാക്കും പ്രവൃത്തികളായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു സമയം കൂടെ നമ്മളെ തിരുനാമ സങ്കീർത്തനങ്ങൾ ചൊല്ലാൻ നിങ്ങൾ ഏത് മതവിഭാഗത്തിലായാലും ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ഒന്നേ ഉള്ളൂ അല്ലേ? ആ ഒരു ഈശ്വര ശക്തിയെ നമ്മൾ നിരന്തരം ആ ഒരു നാമങ്ങൾ ചൊല്ലാനോ ഈശ്വരൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കാനോ ഉള്ള സാധനാക്രമങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കലിയുഗത്തിൽ മോക്ഷഗതി വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ ഒരു കവിവാക്യം ഇനിയുള്ള കാലവും എത്ര പ്രസക്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? മനസ്സ് വൃത്തിയാക്കുക എന്നുള്ളത് നിരന്തരം നമ്മൾ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇന്നൊരു ദിവസം പല്ല് തേച്ചെങ്കിലും വായി നാറും അല്ലേ? ഇതുപോലെയാണ് നമ്മൾ ശരീരം കുളിച്ച് വൃത്തിയായി ഒരുങ്ങി വരുന്നു. അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഉള്ളിൽ ശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ഈ ഈശ്വരനാമ സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലി നിരന്തരം സത്യത്തിലും ധർമ്മത്തിലും ഊന്നി ജീവിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ് എഫേർട്ടാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം വളരെയധികം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. എവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.